നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ വിലക്കുകൾ നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വിലക്കിനെ നേട്ടമാക്കി മാറ്റിയ ഒരാളെ കുറിച്ച് പറയട്ടെ. അയാളുടെ പേരാണ് ഡോളി ജെയിൻ. വിവാഹമൊക്കെ കഴിഞ്ഞ് കൊൽക്കത്തയിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന ഡോളിയെ കാത്തിരുന്നത് കർശനമായ നിയന്ത്രണങ്ങളാണ്. സാരി മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ആ വീട്ടിലെ അലിഖിത നിയമം. ജീൻസും കുർത്തയും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ സാരിത്തുമ്പുകൾ അവളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ ചങ്ങലകളായിരുന്നു. പക്ഷേ തടവറ എന്ന് കരുതിയ അതേ സാരി തന്നെ അവളുടെ വിമോചനത്തിനുള്ള ആയുധം കൂടിയായി മാറി. ലോകം ഇന്ന് വരെ കാണാത്ത വിധം വളരെ മനോഹരമായി സാരി ധരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഓരോ ദിവസവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നൂറുകണക്കിന് പരീക്ഷണങ്ങൾ നടത്തി. വിരലുകളിൽ സാരിത്തുമ്പുകൾ വഴങ്ങുന്നതുവരെ നിർത്താതെയുള്ള പരിശ്രമം. മുണ്ട് പോലെയും ലഹങ്ക പോലെയും ഒക്കെ അവർ സാരി ഉടുത്ത് വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെയും അത്ഭുതപ്പെടുത്തി. സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു വധുവിനെ സാരി ഉടുപ്പിക്കാനായി ഡോളി പോയത്. അവിടെ വെച്ച് വളരെ പ്രശസ്ത ഡിസൈനർ സന്ദീപ് ഖോസ്ലെ ഡോളിയുടെ സാരി ഉടുപ്പിക്കൽ രീതി നേരിട്ട് കാണാനിടയായി. ഡോളിയുടെ വളരെ വേഗതയും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. സന്ദീപ് ഖോസ്ലെ മുഖേന ബോളിവുഡിലേക്ക് അവസരവും ലഭിച്ചു. നടി ശ്രീദേവിയായിരുന്നു ഡോളിയുടെ ആദ്യത്തെ വലിയ ക്ലയന്റ്. ശ്രീദേവിയെ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നീ മുംബൈയിലേക്ക് വരൂ, ഫാഷൻ ലോകത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ മണിക്കൂറുകൾ നീളുന്ന സാരി ഉടുപ്പിക്കൽ മിനിറ്റുകൾക്കുള്ളിൽ തീർക്കുന്നതും എത്ര ഓടിയാലും ചാടിയാലും ഒന്നും ഈ സാരി അഴിഞ്ഞു പോകാത്ത വിധം ഭദ്രമാക്കുന്നു എന്നതുമൊക്കെ ഡോളിയെ താരങ്ങളുടെ പ്രിയങ്കരിയാക്കി മാറ്റി. ഇന്ന് 325-ലധികം രീതികളിൽ സാരി ഉടുപ്പിക്കാൻ അറിയുന്ന ലോകത്തിലെ ഏക ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റാണ് ഡോളി ജെയിൻ. നമ്മളിൽ പലരും ഒരു സാരി ഉടുക്കാൻ മിനിറ്റുകളോളം കഷ്ടപ്പെടുമ്പോൾ, മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോവോ, ചില ആൾക്കാരൊക്കെ മണിക്കൂറുകൾ കഷ്ടപ്പെടും അല്ലേ? വെറും 18 സെക്കൻഡ് കൊണ്ട് ഒരു സാരി വളരെ അത്ഭുതകരമായി മാറ്റാൻ ഡോളിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അംബാനി കുടുംബത്തിലെ വിവാഹമായാലും ക്യാൻ ഫിലിം ഫെസ്റ്റിലെ റെഡ് കാർപ്പറ്റ് ആയാലും ഇന്ന് ഡോളി ജെയിന്റെ സാന്നിധ്യമില്ലാതെ പൂർണ്ണമാകില്ല. നയൻതാരയും ദീപിക പടുക്കോണും പ്രിയങ്ക ചോപ്രയും ഒക്കെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഡോളിയെ വിശ്വസിച്ച് സമീപിക്കുന്നുണ്ട്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, തളച്ചിടാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കണോ? എങ്കിൽ ഞാൻ പറയാണ്, ചുറ്റും ഉയരുന്ന മതിലുകളെ ഗോപുരങ്ങളാക്കി മാറ്റാനുള്ള കരുത്ത് നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. അമേരിക്കൻ എഴുത്തുകാരൻ ചാൾസ് ആർ സ്വിൻഡോൾ പറഞ്ഞതുപോലെ, ജീവിതം എന്നാൽ 10% നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ ബാക്കി 90%വും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ്. ശരിയല്ലേ? മുന്നിലെത്തുന്ന പ്രതിസന്ധികളോട് അല്ലെങ്കിൽ പരീക്ഷണങ്ങളോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഒരു ജോലി അത് ചെറുതാണോ വലുതാണോ എന്നതല്ല കാര്യം, ആ ജോലി നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ലോകം നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്. പകരം എന്ത് ചെയ്യണം? ആ പ്രതിസന്ധികളെ വിജയമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അല്ലേ?